എല്ലാവർക്കും മിറാക്കിൾസ് ആൻഡ് മീനിങ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും അത്ഭുതങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങളും രഹസ്യങ്ങളുമാണ്. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും പഴയ നിയമത്തിലെ പ്രവാചകന്മാരോ മറ്റ് പ്രവാചകന്മാർ ചെയ്ത പോലല്ല. യേശു ചെയ്ത അത്ഭുതത്തിന് വ്യക്തമായ അർത്ഥങ്ങളും മർമ്മങ്ങളും അർത്ഥതലങ്ങളും ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പുരോഗമിക്കുവാനും വചനം കൂടുതൽ മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് ഈ ഒരു പ്രോഗ്രാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ഏറ്റവും അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പ് വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അത്യാവശ്യമാണ്. യേശുവിൻ്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. കാനാവിലെ അത്ഭുതമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ചാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ 3-ാം നാൾ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് 3-ാം നാൾ? 3-ാം നാളിൻ്റെ പ്രത്യേകത, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് 3-ാം നാളിലാണ്. 3-ാം നാളിൽ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം എന്താണ് സൂചിപ്പിക്കുന്നത്? യേശു കർത്താവ് മണവാളനാണ്, സഭ മണവാട്ടിയാണ്. അതിനെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. പിന്നെ നമ്മൾ താഴത്തോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, ഇവിടെ വീഞ്ഞില്ല. നമുക്കെല്ലാവർക്കും അറിയാം അവിടെ വീഞ്ഞില്ല, വീഞ്ഞ് തികയാതെ വരുന്നു. കർത്താവ് അവരെ ഇടപെട്ട് രക്ഷിക്കുകയാണ്. പക്ഷെ നമ്മളതിൻ്റെ മാർമിക രഹസ്യങ്ങളിലേക്ക് കടക്കുകയാണ്. യേശു കർത്താവിൻ്റെ അമ്മ പറഞ്ഞു, ഇവിടെ വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പലരുടെ ഇടയിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്യമാണിത്. ഒന്നാമത്തെ കാര്യം, സ്ത്രീയെ എന്ന് വിളിച്ചതിൽ ഒരു അർത്ഥമുണ്ട്. കാരണം ആദാമും ഹവ്വയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി തീർന്നപ്പോൾ മനുഷ്യകുലം മുഴുവനും പാപം ചെയ്തു. ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഇവിടെ അവതരിച്ചത്. സാക്ഷാൽ ദൈവമായ യേശു കർത്താവ് ഇവിടെ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം, ആ പാപത്തിൽ നിന്നുള്ള മോചനം എല്ലാ അത്ഭുതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ അത്ഭുതങ്ങളിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് ആദിയിൽ പാപം ചെയ്തുകൊണ്ട് കുറേ ശാപങ്ങൾ കൊടുക്കുന്നുണ്ട്. നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും, സ്ത്രീക്ക് ഹവ്വായ്ക്ക് വേദന, സ്ത്രീകൾക്ക് വേദന വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. സർപ്പത്തെയും ശപിക്കുന്നുണ്ട്, പാമ്പിനെ ശപിക്കുന്നു, നീ പൊടി തിന്നുമെന്ന് പറയുന്നു. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. കർത്താവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സാത്താനെ തകർക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ അത്ഭുതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്ത്രീ എന്ന് വിളിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് വിളിക്കുന്നത്. സ്ത്രീയുടെ സന്തതി, സ്ത്രീ എന്ന് വിളിക്കുന്നത്. പിന്നെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മ എന്നോട് പറയാം, മോനെ ആ ഒരു കാര്യം ചെയ്യ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറയാം, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊട്ടിയിൽ കിട്ടുമല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറയും. അപ്പോൾ അങ്ങനെ അമ്മമാരോട് നമ്മൾ പറയാറില്ല. അതിന്ന് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവിൻ്റെ മേൽ മറിയയ്ക്ക് അധികാരമില്ല, യേശുവിന് മേൽ മറിയത്തിന് അതോറിറ്റി ഇല്ല. യേശു കർത്താവ് സാക്ഷാൽ ദൈവമാണ്. സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ആ ദൈവത്വം, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതങ്ങളിലെല്ലാം ഇവ രണ്ടും സമ്മേളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, മനുഷ്യത്വവും ദൈവത്വവും. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ട് ആ ദൈവത്വം യേശു കർത്താവ് അവിടെ പറഞ്ഞു. അപ്പം മറിയയ്ക്ക് അറിയാം ഇത് ദൈവം തന്നെയാണെന്ന്. കാരണം മറിയാണ് അവൻ ഇത്ര നാളും വളർത്തിയത്. അവനിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. കാരണം ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് മറിയയ്ക്ക് യേശുവിൻ്റെ മേൽ അതോറിറ്റി ഇല്ല. മറിയ പറഞ്ഞിട്ട് വേണ്ട യേശു ചെയ്യാൻ. അതിൻ്റെ സമയത്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, അതിൻ്റെ സമയത്ത് യേശു കർത്താവ് എന്ത് ചെയ്യും? അത് ചെയ്യും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരം അവിടെ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശുദ്ധീകരണ നിയമം മനസ്സിലാക്കുമ്പോഴാണ് ആക്ച്വലി നമുക്കിതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ശുദ്ധീകരണ നിയമം? മിഖ്വ എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ ഒരു ശുദ്ധീകരണ നിയമമുണ്ട്. അതായത് ഒരാൾ യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ
ഒരു പ്രസവം നടക്കുമ്പോൾ, പിന്നെ കല്യാണത്തിന് ശേഷം, പിന്നെ രോഗാവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന സമയത്തെല്ലാം ഒരു കുളി, ഒരു റിച്വൽ ബാത്ത് എന്ന് പറയുന്നത് യഹൂദന്മാർക്കുള്ളതാണ്. പഴയ അവസ്ഥ മാറി ഞാൻ പുതിയൊരു അവസ്ഥയിലേക്ക് കടക്കുന്നു. അതാണ് ശുദ്ധീകരണ നിയമം. ആ ശുദ്ധീകരണ നിയമപ്രകാരം അവിടെ 6 കൽപാത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ യേശു പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് അർത്ഥമാക്കുന്നത്? ഇത് വീണ്ടും ജനനത്തെ കാണിക്കുന്നു. യേശു കർത്താവിൽ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അവൻ പഴയ അവസ്ഥയിൽ നിന്ന് മാറി പുതിയ അവസ്ഥയിലേക്ക് അവൻ കടക്കുന്നു. ഈ ഒരു വലിയൊരു സിംബിളൈസേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ വെള്ളം എന്തായിത്തീർന്നു? വീഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് ലൈഫിനെയാണ്, അതായത് ജീവൻ. രക്തത്തെ സിംബിളൈസ് ചെയ്യുന്നതാണ് വീഞ്ഞ്. രക്തം സിംബിളൈസ് ചെയ്യുന്നത് ജീവനെയാണ്. അതായത് ഈ ഒരു അത്ഭുതത്തിൻ്റെ ആ ഒരു മർമ്മം എന്ന് പറയുന്നത്, അതിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത്, ആ മറഞ്ഞിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, യേശു കർത്താവിൽ ഒരു വ്യക്തിയായി തീർന്നാൽ അവൻ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ജനനം അവന് സംഭവിക്കുന്നു. അവൻ്റെ മരണ അവസ്ഥയിൽ നിന്നും പാപ അവസ്ഥയിൽ നിന്നും അവൻ മോചിക്കപ്പെട്ട് ജീവൻ്റെ അവസ്ഥയിലേക്ക്, രക്തം ജീവൻ, വീഞ്ഞ് ജീവൻ്റെ അവസ്ഥയിലേക്ക് അവൻ കടക്കുന്നു. പിന്നെ കാണിക്കുന്നത് രണ്ടാമത്തെ വരവിലുള്ള പുതിയ ആകാശം, ഇപ്പോൾ കാണുന്നതെല്ലാം കഴിഞ്ഞു പോകും. അതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു, ആദ്യം എന്ത് ചെയ്യും? നല്ല വീഞ്ഞ് കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും? എളുപ്പമായത് കൊടുക്കും. പക്ഷേ യേശു കർത്താവ് നല്ല വീഞ്ഞ് എന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ രണ്ടാമത്തെ വരമ്പിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ഈ ഭൂമി മുഴുവൻ മാറും. ഇതിനെല്ലാം സിംബലൈസ് ചെയ്യുന്ന ഒരു മെസ്സേജ് യേശുവിൻ്റെ അത്ഭുതങ്ങളിലുണ്ട്. ആ വെള്ളമായിരുന്ന അവസ്ഥയിൽ നിന്നും, മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും, അല്ലാണ്ട് രുചിയില്ലാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും ഒരു വീഞ്ഞായി മാറുന്ന ഒരവസ്ഥ, രുചിയുള്ള, മറ്റുള്ളവർ രുചിച്ച് നോക്കുമ്പോൾ നല്ലതെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ പാപിയും യേശു ക്രിസ്തുവിൽ മാറ്റപ്പെടും. ഈ ഒരു വലിയ മെസ്സേജാണ് ഈ ഒരു അത്ഭുതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നു, ഇങ്ങനെ യേശു കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. നമുക്കറിയാം, പഴയ നിയമത്തിൽ ആരും മഹത്വം വെളിപ്പെടുത്തിയിട്ടില്ല. തൻ്റെ തന്നെ മഹത്വം യേശു വെളിപ്പെടുത്തി. അതിൻ്റെ അർത്ഥം യേശു സാക്ഷാൽ ദൈവമാണെന്നുള്ളതാണ്. എല്ലാ അത്ഭുതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മർമ്മമാണ്, യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ, ഒരു മനുഷ്യന് കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. യേശു കർത്താവ് അതനുസരിച്ചു. അത് ചെയ്യാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം അവൻ ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്, തൃത്വത്തിൽ രണ്ടാമനാണ്. ആ യേശുവിൽ ആശ്രയിക്കുന്ന നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുന്നു. പുതിയൊരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. നമ്മളുടെ പഴയ മനുഷ്യൻ, പാപ അവസ്ഥ മാറി നമ്മൾ പുതിയൊരു വ്യക്തിയായിത്തീരുന്നു. ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് നിത്യജീവൻ, ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത അത്ഭുതവും അതിൻ്റെ അർത്ഥങ്ങളുമായി, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെസ്സേജുമായി, ഹിഡൻ മെസ്സേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.